നാവ് മുറിഞ്ഞ കുരുവിയുടെ കഥ ജപ്പാനിൽ നിന്നുള്ളതാണ്. ഇന്ന് ഞാൻ ആ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് വളരെ പണ്ട് ജപ്പാനിൽ ഒരു പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ വളരെ ദയാലുവായ, വളരെ കഠിനാധ്വാനിയായ ഒരാളായിരുന്നു. എന്നാൽ അയാളുടെ ഭാര്യയാണെങ്കിൽ ഒരു വഴക്കാളിയും. നന്നായിട്ട് ജോലി ചെയ്യുന്ന നല്ല മനസ്സുള്ള ഈ മനുഷ്യൻ്റെ വീട് വളരെ സന്തോഷകരമായിരിക്കേണ്ടതിന് പകരം ഈ സ്ത്രീയുടെ എപ്പോഴുമുള്ള വഴക്ക് കാരണം ദുരിതപൂർണമായിരുന്നു. ആ വീട്ടിലൊരിക്കലും സന്തോഷമുണ്ടായിരുന്നില്ല. നേരം വെളുക്കുമ്പം മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ടും പിറുപിറുത്തുമിരിക്കും അയാളുടെ ഭാര്യ. ഒരുപാട് കാലം കൊണ്ട് ഭാര്യയുടെ ഈ പിറുപിറുക്കലും വഴക്കും ദുശാഠ്യവും ഒക്കെ ശീലമായതിനാൽ ഭർത്താവ് ഇതൊന്നും ശ്രദ്ധിക്കാതെയായി. അയാൾ രാവിലെ പുറത്തു പോകും, പാടത്ത് പണിയെടുക്കും, വൈകുന്നേരം തിരിച്ചു വരും, എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങും. ഇവർക്ക് മക്കളാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ സ്നേഹത്തോടെ ഒരു കുരുവിയെ എടുത്ത് വളർത്തി. ഒരിക്കൽ അയാൾക്ക് പാടത്ത് നിന്ന് കിട്ടിയതായിരുന്നു ആ കുരുവിയെ അയാൾ ഒരു ചെറിയ കൂട്ടിലിട്ടാണ് വളർത്തിയിരുന്നതെങ്കിലും കൂട് തുറന്നാലും കുരുവി അങ്ങനെ ദൂരേക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ അത് പറന്നു പോകുമെങ്കിലും തിരിച്ച് അയാളുടെ അടുത്തേക്ക് തന്നെ വരും. അയാൾക്ക് സ്വന്തം കുഞ്ഞിനോടെന്ന പോലെ ഇഷ്ടമായിരുന്നു ഈ കുരുവിയോട്. ചില ദിവസങ്ങളിൽ ഈ വൃദ്ധനായ മനുഷ്യൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചായിരിക്കും വരുന്നത്. എന്നാൽ പോലും അയാൾ തൻ്റെ കുരുവിയെ ഓമനിക്കാൻ മറക്കാറില്ല. തൻ്റെ ഭാര്യയോട് എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്നറിയാവുന്ന അയാൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഈ കുരുവിയോടായിരുന്നു. നിരന്തരമായിട്ട് ഈ വൃദ്ധൻ സംസാരിച്ചത് കാരണം ആ കുരുവിയും മനുഷ്യഭാഷ പഠിക്കുകയും അയാളോട് സംസാരിക്കുകയും ചെയ്തു. ഇത് അയാൾക്ക് വലിയ അത്ഭുതമായിരുന്നു. കുരുവികൾ സംസാരിക്കുക എന്നത് അങ്ങനെ കേൾക്കാറില്ലല്ലോ. മാത്രമല്ല അയാൾ ഈ കുരുവിക്ക് കുറേ വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഊഞ്ഞാലാടാനും അയാൾ ദൂരേക്ക് എറിഞ്ഞിടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പെറുക്കി കൊണ്ടുവരാനും ഒക്കെ ആ കുരുവി പഠിച്ചു. അയാൾ ചൂളം കുത്തിയിട്ട് കൈ നീട്ടുമ്പോൾ കുരുവി പറന്ന് അയാളുടെ കയ്യിൽ വന്നിരിക്കും. അയാൾ പറഞ്ഞാൽ ആ കുരുവി അയാളുടെ തലയ്ക്ക് ചുറ്റും വട്ടം ചുറ്റി 3 തവണ പറഞ്ഞിട്ട് മടിയിൽ വന്ന് ചേർന്നിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിദ്യകളൊക്കെ കുരുവിയെ പഠിപ്പിക്കുന്നതിൽ അയാൾക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വൃദ്ധനായ മനുഷ്യൻ വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി. അയാൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ തുണി നനയ്ക്കാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ കഴുകിയ തുണികളിൽ പശ മുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്ത് കുറുക്കി വെച്ചിരുന്നു. ആ കുറുക്കിയ അരിപ്പൊടി വെള്ളം ഒഴിച്ച് നീട്ടി കലക്കിയിട്ടാണ് അവർ അതിൽ തുണികൾ മുക്കി ഉണക്കാനിടുന്നത്. അപ്പോൾ ഈ അരിപ്പൊടി കുറുക്കിയതൊക്കെ അവിടെ വെച്ചിട്ട് ഇവർ തുണി കഴുകി ഉലച്ച് വിരിക്കാൻ വന്നപ്പോൾ ആ പാത്രത്തിലെ കുറുക്ക് കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അവർ വെച്ചതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പം അവർക്ക് ദേഷ്യം വന്നു. അവർ ചോദിച്ചു, ഞാനിവിടെ പശ മുക്കാൻ കലക്കി വെച്ചിരുന്ന അരിപ്പൊടി ആരാ എടുത്തത്? ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ കുരുവി പറഞ്ഞു, അമ്മേ അത് ഞാനാണ് എടുത്തത്. ഞാൻ വിചാരിച്ചു അതെനിക്ക് തിന്നാൻ വെച്ചിരിക്കുകയെന്ന്. സാധാരണ യജമാനൻ എനിക്ക് ഇത്തരം ഒരു പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരാറുണ്ട്. അപ്പോൾ അതിൽ അരി കുറുക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് തിന്നാൻ എന്തോ ആണെന്ന്. അതാണ് ഞാനെടുത്ത് തിന്നത്. അമ്മ അത് തുണിക്ക് പശ മുക്കാൻ വെച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ക്ഷമിക്കണേ. സാധാരണ ഒരു കുഞ്ഞിക്കിളി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനുഷ്യർ ക്ഷമിക്കേണ്ടതാണ്. പക്ഷേ ഈ സ്ത്രീക്ക് കുരുവിയോട് ക്ഷമിക്കാൻ പറ്റിയില്ല. അവർക്കൊരിക്കലും ഈ കുരുവിയെ ഇഷ്ടമല്ലായിരുന്നു. അവരുടെ ഭർത്താവ് ഈ കുരുവിയുടെ ഒപ്പം സമയം ചെലവഴിക്കുന്നത് അവർക്ക് ഒട്ടും സഹിക്കുന്നില്ലായിരുന്നു. ഈ വൃത്തികെട്ട കുരുവിയെ കാട്ടിൽ കൊണ്ടുപോയി പറത്തിവിടാൻ അവർ പലപ്പോഴും തൻ്റെ ഭർത്താവിനോട് പറയാറുമുണ്ടായിരുന്നു. ഈ കുരുവിക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ നിന്നൊരു വറ്റാണ് അദ്ദേഹം കിളിക്ക് മാറ്റി വെക്കാറുള്ളത്. അതുകൊണ്ട് അവർക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഈ സ്ത്രീക്ക് ഈ കിളിയെ ഇഷ്ടമേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിളിയാണ് ഈ പശ എടുത്ത് തിന്നത് എന്ന് കേട്ടതോടെ അവർ കോപം കൊണ്ട് ജ്വലിച്ചു. അവർ ആ കിളിയെ പെട്ടെന്ന് കടന്നു പിടിച്ചു. കിളിയാണെങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ മുന്നിൽ കുനിഞ്ഞിരിക്കുകയായിരുന്നു. ആ സ്ത്രീ അപ്പോൾ തന്നെ ഇങ്ങനെ കയറി പിടിക്കുമെന്ന് ആ കുരുവി വിചാരിച്ചതേയില്ല. അങ്ങനെ പിടിച്ചത് മാത്രമല്ല, അവരുടനെ ഒരു കത്തി എടുത്തിട്ട് ആ കുരുവിയുടെ നാക്ക് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ നാക്കുകൊണ്ടല്ലേ നീ എൻ്റെ പശ എടുത്ത് തിന്ന് കളഞ്ഞത്? എൻ്റെ അരി കുറുക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ തുണി മുക്കി കഴിഞ്ഞേനെ. ഇനി ഞാൻ 2ാമത് കുറുക്കുണ്ടാക്കിയിട്ട് വേണം എൻ്റെ തുണി പശ മുക്കാൻ. അതുകൊണ്ട് നിൻ്റെ നാക്കിനി വേണ്ട, ഞാനിത് കളയാണ്. ഇതും പറഞ്ഞിട്ട് നാക്ക് മുറിഞ്ഞ കുരുവിയെ ഒരു ദൂരേക്ക് പറത്തി വിട്ടു. പാവം കുരുവിക്ക് ഇനി ഉറക്കെ കരയാൻ വയ്യല്ലോ. അത് ദൂരേക്ക് പറന്നു പോയി.
കുരുവി പോയി കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ചുകൂടി അരിപ്പൊടി എടുത്ത് കുറച്ചുകൂടി പശ ഉണ്ടാക്കി. ജോലി ചെയ്യുമ്പോഴൊക്കെ കുരുവിയെ ശപിച്ചുകൊണ്ട് അവർ പിറുപിറുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു തുണിയൊക്കെ മുക്കി വിരിച്ചു. പിന്നെ അടുക്കളയിലേക്ക് പോയി കാലും നീട്ടിവെച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ കുറേ നേരം കിടന്നുറങ്ങി. ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭർത്താവ് കാട്ടിൽ നിന്ന് വന്നു. സാധാരണ അയാൾ കാട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിനുള്ളിലെ കൂട്ടിലിരുന്ന് കുരുവി അയാളെ കണ്ട് ചിറകട്ടടിച്ച് സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇന്ന് ശബ്ദമൊന്നും കേട്ടില്ല. അയാൾ കൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കൂട് തുറന്ന് കിടക്കുകയാണ്. അയാൾ ആ കുരുവിയുടെ കൂട് പൂട്ടാറുണ്ടായിരുന്നില്ല. എപ്പോഴും അത് തുറന്നു കിടക്കും. അതിനിഷ്ടമുള്ളപ്പോൾ പുറത്തു പോവുകയും വരികയും ചെയ്യാമായിരുന്നു. അതുകൊണ്ട് അയാൾ ഭാര്യയോട് ചോദിച്ചു, എവിടെ എൻ്റെ കുരുവിയെ കാണുന്നില്ലല്ലോ? അവർ പറഞ്ഞു, അത് അവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ എന്ത് പറയാനാ. അപ്പോൾ അയാൾ വീടിന് ചുറ്റും നടന്ന് കുരുവിയെ വിളിച്ചു. സുസുമേ സാൻ എന്നായിരുന്നു അയാൾ ആ കുരുവിയെ വിളിച്ചിരുന്നത്. സുസുമേ സാൻ, നീ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ വീടിൻ്റെ പറമ്പും മുറ്റവും ഒക്കെ നടന്നെങ്കിലും കണ്ടില്ല. തൻ്റെ ഭാര്യയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന അയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നി. അയാൾ ഭാര്യയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് പറ്റി? നീ സത്യം പറയൂ, എൻ്റെ കുഞ്ഞു കുരുവിക്ക് എന്ത് പറ്റി? അവർ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ പോയി കൈയും കാലും കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കെ. അങ്ങനെ അയാൾ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അയാൾ കുരുവിയെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും ഭാര്യയോട് ചോദിച്ചു, എവിടെ എൻ്റെ കുരുവി എവിടെ? അവസാനം ഇയാളുടെ നിരന്തരമായ ചോദ്യം സഹിക്കാൻ വയ്യാതെ ആ സ്ത്രീ ദേഷ്യപ്പെട്ട് പറഞ്ഞു, അത് ഞാൻ അരി കുറുക്കി വെച്ചിരുന്നൊക്കെ തിന്ന് തീർത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ നാക്ക് മുറിച്ച് പറത്തി വിട്ടതാ, നോക്കാൻ നാക്ക് ആ മൂലയിൽ കിടപ്പുണ്ട്. അയാൾ ചെന്ന് നോക്കുമ്പോൾ മുറിയുടെ മൂലയ്ക്ക് തൂത്തുകൂട്ടിയിരിക്കുന്ന മണ്ണിൻ്റെ കൂടെ കിടക്കുന്ന ഒരു കുഞ്ഞു നാവ്. അയാൾക്ക് വലിയ വിഷമം വന്നുപോയി. അയാൾ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരയാകാൻ പറ്റുന്നു? ആ കിളി നിന്നോട് എന്ത് ചെയ്തു? നാവില്ലാതെ ആ കുഞ്ഞു കുരുവിനെ എന്ത് ചെയ്യും? അതെങ്ങനെ ഭക്ഷണം കഴിക്കും? അതെങ്ങനെ പാട്ട് പാടും? അതെവിടെയെങ്കിലും വീണ് ചത്തുപോവില്ലേ? അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കിളി ചത്തോ ജീവിച്ചോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ നനച്ച തുണികൾക്ക് പശ മുക്കാൻ വേണ്ടിയിട്ടാണ് അരി കുറുക്കി വെച്ചിരുന്നത്. ആ കുരുവിയുടെ വന്ന് തിന്നാൻ ആര് പറഞ്ഞു? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നാക്കൊക്കെ പോകും. അതിന് എനിക്കൊരു സങ്കടവുമില്ല. ആ പാവം മനുഷ്യൻ മുറിയുടെ മൂലയ്ക്ക് പോയിരുന്ന് കുറേ കരഞ്ഞു. അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ കുരുവിയെ. മക്കളില്ലാത്ത ദുഃഖം അയാൾ മറക്കുന്നത് ആ കുരുവിയെ ഓമനിച്ചുകൊണ്ടായിരുന്നു. അപ്പോഴേക്കും രാത്രി ആയതുകൊണ്ട് കുരുവിയെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ഒരു വിധത്തിൽ രാത്രി കഴിച്ചു കൂട്ടി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അയാൾ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഭാര്യ ചോദിച്ചു, എവിടെ പോവാ? നേരം വെളുക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞു കുരുവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. നാവില്ലാതെ അവൾ എങ്ങനെ ജീവിക്കും? ഭാര്യ അയാളെ കുറേ നേരം വഴക്ക് പറഞ്ഞു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ പെട്ടെന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വടിയും കുത്തി പുറത്തേക്കിറങ്ങി. വഴിനീളെ കണ്ടവരോടെല്ലാം, അത് ചെടികളോടും മരങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ, എൻ്റെ കുഞ്ഞു കുരുവിയെ കണ്ടോ എന്ന് അയാൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും അയാൾ വഴിയിലെങ്ങും നിന്നില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് അയാൾ കാട്ടിലൂടെ നടന്ന് വലിയൊരു മുളങ്കൂട്ടത്തിനടുത്തെത്തി. നല്ല ഭംഗിയുള്ള ഒരു മുളങ്കാടായിരുന്നു അത്. സാധാരണ അത്തരം മുളങ്കാടുകളിലാണ് കുരുവികൾ താമസിക്കുന്നത്. തൻ്റെ കുരുവി അവിടെ കാണാൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അയാൾ ആ മുളങ്കാടിൻ്റെ ചുറ്റി നടന്ന് കുഞ്ഞു കുരുവിയെ വിളിച്ചുകൊണ്ടിരുന്നു. തൻ്റെ സുസുമേ സാനെ നോക്കി അയാൾ ആ മുളങ്കൂട്ടത്തിൽ അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ പരിചിതമായ ഒരു പാട്ട് കേട്ടു. തൻ്റെ കുഞ്ഞിക്കുരുവി പാടുന്ന അതേ പാട്ട്. അയാൾ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കുരുവി അവിടെ ഇരുന്ന് പാട്ട് പാടുന്ന അയാൾ കണ്ടു. നാവ് പോയിട്ടും അവൾ എങ്ങനെയാണ് പാട്ട് പാടുന്നത്? ഇത് അവൾ തന്നെയാണോ എന്നൊക്കെ അയാൾ ചിന്തിച്ചു. അയാളെ ചൂളമടിച്ചുകൊണ്ട് തൻ്റെ കൈ നീട്ടിക്കൊടുത്തു. കിളി പറന്ന് അയാളുടെ കൈവെള്ളയിൽ വന്നിരുന്നു. എന്നിട്ട് അയാളുടെ മൂക്കിൽ തൻ്റെ കൊക്ക് കൊണ്ട് പതുക്കെ ഉരസി. ഇത് തൻ്റെ കുരുവി തന്നെയാണ് എന്ന് അയാൾക്ക് ഉറപ്പായി. അയാൾ ആ കുരുവിയോട് ഒരുപാട് ക്ഷമാപണം നടത്തി. തൻ്റെ ഭാര്യ ചെയ്ത ക്രൂരതയ്ക്ക് തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുരുവി പറഞ്ഞു, സാരമില്ല, അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. എത്രയോ ദയാവായ്പോടാണ് അങ്ങ് എനിക്ക് ഭക്ഷണം തരികയും എന്നെ കുഞ്ഞു കുഞ്ഞു വിദ്യകൾ പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. എനിക്ക് അങ്ങയോട് വളരെയധികം സ്നേഹമുണ്ട്. അതുകൊണ്ട് യജമാനത്തെ ചെയ്ത ക്രൂരത ഞാൻ ക്ഷമിച്ചു. പക്ഷേ അപ്പോഴും അയാൾക്കൊരു അത്ഭുതമുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ കുരുവിയുടെ നാവ് പിന്നെയും മുളച്ചു വന്നതെന്ന്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. തൻ്റെ കുരുവി ഒരു സാധാരണ കുരുവിയല്ല എന്ന് അയാൾക്ക് തോന്നി. കുരുവി അപ്പോൾ അയാളോട് പറഞ്ഞു, അങ്ങ് എൻ്റെ കൂടെ വരും, ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാം. കുരുവി മുളങ്കാടിനുള്ളിലേക്ക് പറന്നു തുടങ്ങി. അയാൾ പിന്നാലെ ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ മുളങ്കാടിനുള്ളിൽ മനോഹരമായൊരു കൊട്ടാരം. കുരുവി അതിൻ്റെ വാതിലിലേക്ക് അയാളെ നയിച്ചു.
അയാൾക്ക് മനസ്സിലായി ഇത് കുരുവിയുടെ വീടാണെന്ന്. ആ വീടിനുള്ളിൽ ഒരുപാട് കുരുവികളുണ്ടായിരുന്നു. അയാളുടെ സുസുമി കുരുവി അയാളോട് പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്. ഞാൻ ഒരു സാധാരണ കുരുവിയല്ല, ഞാനൊരു മാലാഖ കുരുവിയാണ്. അങ്ങയുടെ വീട്ടിലെ താമസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനും ഒക്കെയാണ് ഞാൻ നാട്ടിൽ വന്നത്. അവിടെ എനിക്ക് അങ്ങേ കൂട്ടുകെട്ടി. അങ്ങ് എത്ര കരുണയോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. എന്തായാലും അങ്ങനെ അന്വേഷിച്ച് വന്നല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ പാവപ്പെട്ട വൃദ്ധന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കുരുവികളെല്ലാം കൂടെ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുരുവികൾ വളരെ മനോഹരമായൊരു നൃത്തം പോലും അദ്ദേഹത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. അങ്ങനെ സന്തോഷത്തോടെ അദ്ദേഹം അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. രാത്രി അദ്ദേഹത്തിന് കിടക്കാൻ കുരുവികൾ നല്ല മനോഹരമായ പട്ടുമെത്ത വിരിച്ചു. അവയുടെ കുഞ്ഞു ചിറകുകൾ കൊണ്ട് അവരദ്ദേഹത്തെ വീശി വീശി ഉറക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ വൃദ്ധൻ എഴുന്നേറ്റു. അദ്ദേഹം കുരുവിയോട് പറഞ്ഞു, ദുഷ്ടയാണെങ്കിലും എൻ്റെ ഭാര്യ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. എന്നെ കാണാതെ അവൾ വിഷമിക്കും, അതുകൊണ്ട് ഞാൻ പോവട്ടെ. അപ്പോൾ കുരുവി പറഞ്ഞു, അങ്ങേ വിടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ യജമാനെത്തി അങ്ങേ കാത്തിരിക്കുകയായിരിക്കുമല്ലോ, അങ്ങ് പൊയ്ക്കോളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരണം. അങ്ങ് എപ്പോൾ വന്നാലും എൻ്റെ വീട്ടിൽ അങ്ങേക്ക് സ്വാഗതമുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങേ കാത്തിരിക്കും. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. അങ്ങനെ വൃദ്ധൻ പോകാനിറങ്ങിയപ്പോൾ കുരുവി 2 പെട്ടികൾ കൊണ്ടുവന്നു. കുറേ കുരുവികൾ ചേർന്ന് കൊണ്ടുവരികയായിരുന്നു ഈ പെട്ടികൾ. എന്നിട്ട് വൃദ്ധനോട് പറഞ്ഞു, അങ്ങേ വെറും കൈയോടെ ഞാൻ അയക്കില്ല. ദയവ് ചെയ്ത് ഈ 2 പെട്ടികളിലൊന്ന് അങ്ങ് എടുക്കണം. അപ്പോൾ വൃദ്ധൻ നോക്കിയപ്പോൾ ഒരു വലിയ പെട്ടിയും ഒരു ചെറിയ പെട്ടിയുമായിരുന്നു. ഇദ്ദേഹത്തിന് നല്ല പ്രായമുള്ള ആളാണ്, പിന്നെ ഒരുപാട് ദൂരം നടന്ന് പോകാനുമുണ്ട് വീട്ടിലേക്ക്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, വലിയ പെട്ടി എടുക്കുകയാണെങ്കിൽ ഇതും താങ്ങി വീട് വരെ നടന്നാൽ താൻ ക്ഷീണിക്കും, അതുകൊണ്ട് ചെറിയ പെട്ടി എടുക്കാം. അങ്ങനെ അദ്ദേഹം ഈ കുരുവിയോട് പറഞ്ഞു, നീ എന്നോട് മാപ്പ് തരേണ്ടതാണ്. കാരണം എൻ്റെ ഭാര്യ നിൻ്റെ നാവ് മുറിച്ച് കളഞ്ഞു, നിന്നെ വഴക്ക് പറഞ്ഞു, നിന്നെ ഉപദ്രവിച്ചു. എന്നിട്ടും നീ എന്നോട് ഇത്രയധികം ദയവ് കാണിച്ചു. നീ എന്നെ ഇത്ര മനോഹരമായിട്ട് സൽക്കരിച്ചു. നിൻ്റെ ഇത്ര വലിയ വീട്ടിൽ നീ എന്നെ താമസിപ്പിച്ചു. ഇനി എനിക്കൊരു പെട്ടിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നീ നിർബന്ധം പിടിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഈ ചെറിയ പെട്ടി എടുക്കാം. ഇതാവുമ്പോൾ എനിക്കിത് താങ്ങിക്കൊണ്ട് നടന്നു പോകാൻ വലിയ പ്രയാസം വരില്ല. അങ്ങനെ അദ്ദേഹം ഈ ചെറിയ പെട്ടിയെടുത്ത് അതും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. നടന്ന് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. തലേന്ന് പോയതാണ്. അയാളെ കണ്ടപ്പോഴേ ഭാര്യ ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അയാൾ തൻ്റെ കയ്യിലിരുന്ന പെട്ടി ഭാര്യയെ കാണിച്ചു. പുറമേ കണ്ടാൽ വലിയ ഭംഗിയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവരപ്പോഴും അയാളോട് വഴക്കിട്ടു. എവിടേക്ക് കറങ്ങി നടന്നിട്ട് ഒരു അഴുക്ക് പിടിച്ച പഴയ പെട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി ഈ പെട്ടി ഞാൻ ഇവിടെ കൊണ്ട് കളയും. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് എനിക്കൊരു സമ്മാനം കിട്ടിയതാണ്. നീ അന്ന് നാക്ക് മുറിച്ച് കളഞ്ഞ കുരുവിയില്ലേ, ആ കുരുവി എനിക്ക് സമ്മാനം തന്നാണ്. താൻ നാവ് മുറിച്ച് കളഞ്ഞ കുരുവിയെ കാണാൻ തൻ്റെ ഭർത്താവ് പോകുന്നത് കേട്ടപ്പോൾ മുതലേ അവർ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുരുവിയുടെ സൽക്കാരവും സ്വീകരിച്ചൊരു പെട്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. അവർക്ക് വലിയ ദേഷ്യം വന്നു. എന്തായാലും ഭർത്താവ് പെട്ടി തുറന്നപ്പോൾ അവർ അവിടെ മാറിയിരുന്ന് ഇതിലെന്താണ് ഇത്ര വിശേഷപ്പെട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അയാൾ പതുക്കെ പെട്ടി തുറന്നു. ഒരു കരകര ശബ്ദത്തോടെ ആ പഴയ പെട്ടി പതുക്കെ തുറന്നു വന്നപ്പോഴേക്കും ആ വീടിനുള്ളിൽ നിറയെ കണ്ണഞ്ചിക്കുന്ന പ്രകാശം നിറഞ്ഞു. അതിനുള്ളിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അയാളെടുത്ത് പുറത്തേക്ക് വെക്കാൻ തുടങ്ങി. അതിൽ സ്വർണ്ണാഭരണങ്ങൾ, മുത്തും പവിഴവും പതിപ്പിച്ച മാലകൾ, വളകൾ, ഒരുപാട് ഭംഗിയുള്ള പാത്രങ്ങൾ, പട്ടുതുണികൾ എന്ന് വേണ്ട ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്ര ചെറിയ പെട്ടിയിൽ ഇത്രയധികം സാധനങ്ങൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും പിന്നെയും പെട്ടി നിറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാളുടെ വീടിനകം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. അത്രയധികം സമ്മാനങ്ങൾ ആ കുരുവിയുടെ ചെറിയ പെട്ടിയിൽ നിന്ന് ഇയാൾക്ക് കിട്ടി. അയാൾ വളരെ സന്തോഷത്തോടെ ഭാര്യയെ നോക്കുമ്പോൾ ഭാര്യ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, കണ്ടോ, നീ നാവ് മുറിച്ച് കളഞ്ഞ കുരുവി നമുക്ക് എന്തെല്ലാം തന്നു, എത്രയധികം ദയ കാണിച്ചു നമ്മളോട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ നാവ് മുറിച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ അത് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ നാവ് മുറിച്ച് കളഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടാണ് നന്ദി പറയേണ്ടത്. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആ വൃദ്ധന് മനസ്സിലായി. അയാൾ വളരെ സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. അപ്പോൾ ഭാര്യ പിന്നാലെ ചെന്ന് വന്നിട്ട് ചോദിച്ചു, എന്നോട് വിശദമായിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, എങ്ങനെയാണ് കിളിയെ കണ്ടത്, കിളി എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ എന്നോടൊന്ന് പറഞ്ഞേ. അപ്പോൾ ആ വൃദ്ധൻ തൻ്റെ കുരുവി അന്വേഷിച്ച് കാടാകെ നടന്നതും നടന്ന് മുളങ്കാട്ടിലെത്തിയതും കുഞ്ഞിക്കുരുവി തന്നെ വന്ന് അതിൻ്റെ മുളങ്കാട്ടിനുള്ളിലെ വലിയ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയതും അവിടുത്തെ സൽക്കാരങ്ങളും
അവിടുത്തെ വിഭവങ്ങളുടെ രുചിയും ഒക്കെ ഭാര്യയോട് വിശദമായിട്ട് പറഞ്ഞു. അവർ അതെല്ലാം മൂളി മൂളി കേട്ടുകൊണ്ടിരുന്നു. അവസാനം വൃദ്ധൻ രാവിലെ കിളി തനിക്ക് 2 പെട്ടികൾ തന്നുവെന്നും അതിൽ ചെറിയ പെട്ടിയാണ് താൻ എടുത്തുകൊണ്ട് പോകുന്നതും പറഞ്ഞതോടെ അവരുടെ ഭാവം മാറി. അവർ ചോദിച്ചു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, നിങ്ങൾ ആ വലിയ പെട്ടി എല്ലാവരും എടുത്തുകൊണ്ട് വരേണ്ടത്, ഇത്തിരി ബുദ്ധിമുട്ടിയാലും അത് തന്നെ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സമ്മാനങ്ങൾ ഇവിടെ വന്നേനെ. ഇത്ര ചെറിയ പെട്ടിയായിരുന്നിട്ട് പോലും നമുക്ക് ഇത്രയധികം സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ വലിയ പെട്ടിയിൽ നിന്ന് നമ്മളെ ഈ രാജ്യത്തെ രാജാക്കന്മാരാക്കാൻ പറ്റിയ സാധനങ്ങൾ കിട്ടിയേനെ. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് ആ ചെറിയ പെട്ടി നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതൊക്കെ പറഞ്ഞ് അവർ രാത്രി മുഴുവൻ അയാളോട് വഴക്കിട്ടു. നേരം വെളുത്തെഴുന്നേറ്റതെ അവർ ഉടുപ്പൊക്കെ എടുത്തിട്ട് പോകാനിറങ്ങി. ഭർത്താവ് ചോദിച്ചു, നീ എവിടെ പോവാ? അവർ പറഞ്ഞു, നിങ്ങളെനിക്ക് വേഗം വഴി പറഞ്ഞതാ, ഞാൻ ആ കുരുവിയുടെ വീട് വരെ പോയിട്ട് വരട്ടെ. ഇവളോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് ആ വൃദ്ധന് തോന്നി. വൃദ്ധൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോവണ്ട, നീയാണ് ആ കുരുവിയുടെ നാക്ക് മുറിച്ച് കളഞ്ഞത്, പിന്നെ നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ നാവ് മുറിച്ച് കളഞ്ഞതിന് ക്ഷമയാചിക്കാനൊന്നും പോകുന്നൊന്നും അല്ല, അതിൻ്റെ കാര്യവും എനിക്കില്ല. നിങ്ങൾക്ക് 2 പെട്ടി തരാമെന്ന് പറഞ്ഞിട്ട് 1 പെട്ടിയെ തന്നുള്ളൂ. വലിയ പെട്ടി നിങ്ങൾ എടുക്കേണ്ടതായിരുന്നു, അതുകൊണ്ട് ആ വലിയ പെട്ടി നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് നമുക്ക് തരണം എന്ന് പറയാനാണ് ഞാൻ പോകുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. പിന്നെ നാവ് മുറിച്ച കാര്യം, നാവ് മുറിച്ചപ്പോൾ തന്നെ അത് കിളിച്ചു വന്നു നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ആ കുരുവിക്ക് അങ്ങനെ ഒരു ശക്തിയുള്ളതാണ്, മുറിയുന്ന നാവ് മുളച്ചു വരും, പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് അവർ പോകാനിറങ്ങി. അപ്പോഴും ഭർത്താവ് പറഞ്ഞു, പോവരുതേ, നീ അങ്ങോട്ട് പോവേണ്ട കാര്യമില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആ കുരുവിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വിളമ്പിക്കൊടുത്ത ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ വീട്ടിൽ നിങ്ങൾ പണിക്ക് പോകുമ്പോൾ ഞാനാണ് കുരുവിയെ നോക്കിയിരുന്നത്, അതുകൊണ്ട് ആ കുരുവിയുടെ സമ്മാനത്തിന് എനിക്കും അവകാശമുണ്ട്, എനിക്ക് ആ വലിയ പെട്ടി കിട്ടിയേ തീരൂ. അവസാനം ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആ വൃദ്ധന് മനസ്സിലായി. അവർ കുരുവിയെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. വൃദ്ധൻ പറഞ്ഞു കൊടുത്ത വഴിയെ അവർ നേരെ മുളങ്കാട്ടിലേക്ക് ചെന്നു. മുളങ്കാട്ടിന് ചുറ്റും നാക്കില്ലാ കുരുവി നാക്കില്ലാ കുരുവി എന്ന് വിളിച്ചുകൊണ്ട് അവർ പരതി നടന്നു. അപ്പോൾ കുരുവി മുളഞ്ചില്ലയിലിരുന്നുകൊണ്ട് അവരെ വിളിച്ചു, അമ്മേ അമ്മേ, എന്നെയാണോ വിളിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ അതെ, നിന്നെയാണ് വിളിക്കുന്നത്. അത് ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്? അവർ പറഞ്ഞു, എനിക്ക് നിൻ്റെ വീടൊന്ന് കാണണം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ കുരുവി അവരെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് ചെന്ന് തൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ അവർക്ക് പരിചയപ്പെടുത്താൻ ഒരുങ്ങിയപ്പോഴേക്കും അവർ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ആരെയും കാണുമൊന്നും വേണ്ട, ഞാൻ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാനും ഇവിടെ താമസിക്കാനും പാട്ടും കൂത്തും ഒന്നും കാണാനും ഒന്നും വന്നതല്ല. നീ ഇന്നലെ എൻ്റെ ഭർത്താവിനോട് 2 പെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അയാളൊരു മണ്ടനായതുകൊണ്ട് ആ ചെറിയ പെട്ടി എടുത്തുകൊണ്ട് വന്നത്, എനിക്കത് പോരാ, എനിക്ക് ആ വലിയ പെട്ടി വേണം. ആ പെട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അതെങ്കിൽ തന്നാൽ ഞാനങ്ങ് പൊയ്ക്കോളാം. ഈ സ്ത്രീ ആ വീട്ടിലേക്ക് വന്നതേ ഈ കുരുവിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവരാണ് കുരുവിയുടെ നാക്ക് മുറിച്ച് കളഞ്ഞത്, കുരുവിയെ ഉപദ്രവിച്ചത്, ചീത്ത പറഞ്ഞത് എന്നൊക്കെ അവർക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ അവരുടെ ഈ സംസാരവും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ദേഷ്യം വന്നു. പക്ഷെ ആരും അതൊന്നും പുറത്ത് കാണിച്ചില്ല. അവർ പറഞ്ഞതാ, ആ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് പൊയ്ക്കോ. അങ്ങനെ ആ സ്ത്രീ ആ പെട്ടി എടുത്തു. നല്ല ഭാരമുള്ള പെട്ടിയായിരുന്നു. അതെടുത്ത് തലയിൽ താങ്ങി വെച്ചുകൊണ്ട് അവർ കുരുവിയോട് യാത്ര പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി കാട്ടിലൂടെ തൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ പെട്ടിക്ക് ഭയങ്കര ഭാരമായിരുന്നു, അതുകൊണ്ട് അവർക്ക് നടക്കാനേ വയ്യായിരുന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നിൽക്കണം. കുറേ കിതയ്ക്കും, പെട്ടി താഴെ വെക്കും, അതിൻ്റെ മേലെ ഇരിക്കും. കുറേ നേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേൽക്കും, ഒരു വിധത്തിൽ പെട്ടി താങ്ങി പിടിച്ച് തലയിൽ വെക്കും. കുറേ ദൂരം നടക്കും, അപ്പോഴേക്ക് ക്ഷീണിക്കും, പിന്നെയും പെട്ടി താഴെ വെക്കും, അതിൻ്റെ മേലെ ഇരുന്ന് വിശ്രമിക്കും. ഇങ്ങനെ വളരെ പതുക്കെയാണ് യാത്ര. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, ഇത്ര വലിയ പെട്ടിയും കൊണ്ട് ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം. കയ്യിൽ 1-2 സഞ്ചികൾ കരുതിക്കൊണ്ടാണ് വന്നത്. ഈ പെട്ടി തുറന്ന് ഇതിലെ സാധനങ്ങളെല്ലാം സഞ്ചിക്കകത്ത് തട്ടിക്കുടഞ്ഞിടാം, ഒരു പെട്ടി കളയാം. എന്നിട്ട് ഈ സഞ്ചിയിലെ സാധനങ്ങൾ 2 കയ്യിലായിട്ട് തൂക്കി പിടിച്ചാൽ കുറച്ചുകൂടി എളുപ്പം നടക്കാൻ പറ്റും. അതല്ലാതെ ഈ വലിയ പെട്ടിയും താങ്ങി പിടിച്ച് ഇനി നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവരെ വഴിയരികിലിരുന്ന് ആ പെട്ടി തുറക്കാൻ തുടങ്ങി. വലിയ പ്രയാസമായിരുന്നു പെട്ടി തുറക്കാൻ. അങ്ങനെ പതുക്കെ 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 പെട്ടിയുടെ പൂട്ട് തുറന്നതും പും എന്നൊരു ശബ്ദത്തോടെ പെട്ടി മുകളിലേക്ക് തുറന്നു വന്നു. അതിനുള്ളിൽ നിന്ന് കൂർത്ത പല്ലുകളും നീണ്ട നീണ്ട നഖങ്ങളുമുള്ള കുറേ ഭൂതത്താന്മാർ ചാടി പുറത്തേക്ക് വന്നു. വൃദ്ധ പേടിച്ചു പോയി. അവർ ചാടി എഴുന്നേറ്റ് തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. അവരേത് വഴി ഓടിയാലും അതുവഴി എല്ലാം ഭൂതത്താന്മാർ അവരുടെ പിന്നാലെ വന്നു. അവരെ കടിക്കുകയും മാന്തുകയും തല്ലുകയും പിച്ചുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. പേടിച്ചു പോയ അവരെ വളരെ വേഗത്തിൽ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. തൊട്ട് പിന്നാലെയുണ്ട് ഭൂതത്താന്മാരെല്ലാവരും. അവസാനം അവരൊരു വിധത്തിൽ ഓടി വീട്ടിലെത്തി.
വീട്ടിനകത്ത് കയറി വാതിലടച്ചു. ജനലിലൂടെ നോക്കുമ്പോൾ ഭൂതത്താന്മാരെല്ലാം തിരിച്ച് പറന്നു പോകുന്നത് കണ്ടു. വൃദ്ധൻ അവരെയും കാത്ത് മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, കിട്ടിയോ വലിയ പെട്ടി? അവർ പറഞ്ഞേ, എനിക്ക് കിട്ടിയില്ല. ഞാൻ നിങ്ങളുടെ നാവ് മുറിഞ്ഞ കുരുവിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ പെട്ടി വേണ്ട. അവളുടെ നിപ്പും ഭാവവും ക്ഷീണവും ഒക്കെ കണ്ടപ്പോഴേ എന്തോ പറ്റി എന്ന് വൃദ്ധന് മനസ്സിലായി. പക്ഷേ ദയാലുവായ അയാൾ അതിനെപ്പറ്റിയൊന്നും അവളോട് ചോദിച്ചില്ല. എന്തായാലും ആ സ്ത്രീ പിന്നീട് തൻ്റെ അത്യാഗ്രഹമൊക്കെ ഒതുക്കി ഭർത്താവിനോട് വലിയ വഴക്കൊന്നും ഇടാതെ സമാധാനമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.